ഞാൻ 13-ലാണ് ഈ ആക്സിഡൻറ്റ് നടക്കണേ. ഞാനെന്നാൽ നമ്മൾ 14-ലാണ്. നമ്മൾ 16-ാം വളവിൽ നമ്മൾ സെൽഫി എടുക്കുന്ന സമയത്ത് അന്നേരം അവിടെ സെൽഫി എടുത്തോല് ചായൻ്റെ ചെമ്പും അതും ഇതൊക്കെ വരെ കയ്യിലുണ്ടേ. 16-ാം വളവിൽ നിന്ന് 14-ന്നാണ് ഞങ്ങൾ എത്തണേ. പിന്നെ 16-ന്ന് ഞങ്ങൾ തിരിഞ്ഞു പോരുമ്പോൾ പിന്നെ ഞങ്ങൾ ശബ്ദം കേൾക്കണേ. 14-ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ശബ്ദമാണ് കേൾക്കണത്. 13-ൽ വെച്ചിട്ടാണ് ഈ വണ്ടി മറിയണത്. പക്ഷെ ഇത് ഒരു 200ഓളം അടി താഴെക്കെന്തായി പോയി. വണ്ടി അവിടെ ഉള്ള ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനായി പോയി. കാരണം അത്രയും 200ഓളം അടി താഴത്തിലാണ് വണ്ടി കിടക്കണത്. കാരണം 13-ന്ന് വണ്ടി വീണിട്ട് 10-ലാണ് വണ്ടി കിടക്കണത്. 13-ന്ന് വണ്ടി വീണിട്ട് 10-ലാണ് കിടക്കണത്. കാരണം അവിടെ ഈ തിരിഞ്ഞു വരുന്ന സമയത്ത് ഒന്നിക്കലും ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ടാവും, പക്ഷേ ബ്രേക്ക് തെന്നിപ്പോയി. കാരണം അവിടെ ആ ഡിവൈഡർ അത്ര വലുപ്പമില്ല. ആ ഡിവൈഡർ വന്ന് വണ്ടി നേരെ താഴേക്കാ പോണത്. പക്ഷെ ആ സമയത്തൊരു ശബ്ദം കേട്ടു, വണ്ടിയിലുണ്ടായ ആളുകളുടെ ശബ്ദം. പിന്നെ കേൾക്കുന്നത് വണ്ടി വീണ ശബ്ദമാണ് കേൾക്കണത്. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്. ഇപ്പോൾ പൊള്ളാച്ചി വഴി നമുക്ക് തിരിച്ചു പോരാന്നുള്ളത് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. ഞങ്ങൾ എൻഫീൽഡിലാണ് പോയത്. അപ്പോഴാണ് ഈ സംഭവം നമ്മൾക്ക് ഇത് കണ്ടത്. പക്ഷെ ഭയങ്കര കഷ്ടമാണത്. അതിൽ ഒരു പെൺകുട്ടിക്ക് അതിന് മാത്രം പരിക്കുണ്ടാവില്ല എന്ന് പറഞ്ഞു. പെൺകുട്ടി ഇരുന്നിട്ടുണ്ട്. പക്ഷേ കൂടുതലും സ്ത്രീകൾ കിടക്കുകയാണ്. അതിൽ കൂടുതൽ സ്ത്രീകളും എത്താവാൻ സാധ്യത കൂടുതലാണ്. ആ കണ്ട കാഴ്ചയിൽ നമ്മൾ കണ്ട കാഴ്ചയിൽ അതെ 16-ാം വളവിൽ ഞങ്ങളവിടെ സെൽഫി എടുക്കാൻ വേണ്ടി നമ്മൾ നിന്നപ്പോൾ ഇവരവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ മുമ്പിൽ കൂടെ പോണേ. പിന്നെ ഞങ്ങൾ 14-ൽ എത്തുമ്പോഴാണ് നമ്മളൊരു ശബ്ദം കേൾക്കുന്നത്. 13-ന്നാണ് ഇത് സംഭവിക്കുന്നത്. അതെ ഞങ്ങളൊരു 4-5 വാഹനത്തിന് മുമ്പിലാണ് ഈ വാഹനം ഉണ്ടായിരുന്നത്. ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് റിപ്പോർട്ടറിന് ആ സമയത്ത് ഞാനത് അവിടെ വിളിച്ചു. ഞാൻ എൻ്റെ ഫോണെന്നല്ല വിളിച്ചത്. അത് അവിടെ ഉള്ള ഒരു ഫയർഫോഴ്സ് പോലീസിന്റെ കയ്യിൽ നിന്നാണ് വിളിക്കുന്നത്. ഏത് ഇല്ലല്ല ശബ്ദമാണ് കേൾക്കുന്നത്. കാരണം നമ്മളെ മുമ്പിൽ കേൾന്നു പോയി. കാരണം ഒരു വണ്ടി പോയി വേറൊരു വണ്ടി ഒപ്പരം പോകാനുള്ള സ്പേസ് അവിടെ ഇല്ല. ചെറിയ റോഡാണ്. വേറൊരു സ്പേസ് അവിടെ കാണുന്നില്ല. വണ്ടി കണ്ടാൽ ആരും കഴിച്ചിലാവില്ല. എന്നിട്ട് പോലും ലാസ്റ്റ് സമയത്ത് ഫയർഫോഴ്സ് അവിടെ വന്നു. ഓല് കയറ് കെട്ടി ഇറങ്ങി ആ പ്രദേശത്തൊക്കെ ഓല് അരിച്ചു പിറക്കി. പക്ഷെ തമിഴ്നാടിന്റെ ഡിപ്പാർട്ട്മെന്റ് നല്ല രൂപത്തിൽ അവിടെ ഇടപെട്ടിട്ടുണ്ട്. കാരണം അവിടെ CI ആ സ്പോട്ടിൽ അവിടെ എത്തി. CI പിറകെ ഇന്നോടാ പറഞ്ഞേ എൻ്റെ വണ്ടി എടുത്ത് വാ. അങ്ങനെ ഇന്നോട് വണ്ടി എടുത്ത് വന്നിട്ട് ഇന്റെ വണ്ടിന്റെ ബാക്കിൽ കയറിയിട്ടാണ് പിന്നെ മൂപ്പരെ മുകളിൽ കൊണ്ടുപോയിട്ട് മുകളിന്ന് ഫയർഫോഴ്സ് ലൈറ്റ് ഇട്ട വണ്ടിയായിട്ട് താഴേക്ക് പോരുകയാണ്. ചെറിയ റോഡായതുകൊണ്ട് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടായിരുന്നു. അതെ, കൊണ്ടുപോകാൻ അപ്പത്തിന് തന്നെ താഴ്ന്നു മുകളിൽ നിന്നൊക്കെ ആംബുലൻസ് വന്നു. താഴ്ന്നുള്ള ആംബുലൻസ് 108 വന്നിട്ടുണ്ട്, മുകളിൽ നിന്നും വന്നിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് എത്തുന്നത് അവിടെ ഫോറസ്റ്ററാണ്. പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റാൻ പറ്റിയോ? പെട്ടെന്ന് അവിടെ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റി. പക്ഷെ മാറ്റാൻ പറ്റുന്നതിലൊക്കെ ആ സമയത്ത് തന്നെ കുറെ സ്ത്രീകൾ എടുത്തിട്ടുണ്ട്. ഞാൻ ചാലിയത്താണ്, ഞാൻ ബേപ്പൂരാണ്. അപ്പൊ ഞാനവിടെ ടൂറായിട്ട് പോയതാണ്. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ആംബുലൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അതാ പറയുന്നത്. അത് ഈ തമിഴ്നാട് ഡിപ്പാർട്ട്മെന്റ് നല്ല രൂപത്തിലെല്ലാം ഇടപെട്ടിട്ടുണ്ട്. വേണ്ട രൂപത്തിൽ അവരെ എത്തിയ സമയം മുതൽ ഒരു റെസ്റ്റ് ഇല്ലാതെ അവർ പണിയെടുത്തിട്ടുണ്ട്.